ഇപ്പൊ സമാധാനമായോ? കൂടുതൽ ഡയലോഗ് അടിക്കാതെ വണ്ടി എടുത്തോണ്ട് പോടോ. ഈ എടാ പോടാന്നൊക്കെ നിന്റെ മറ്റവനെ വിളിച്ചാ മതി. ആണുങ്ങളടുത്ത് ഇമാതിരി സംസാരം ഇറക്കിയ നല്ല 8ന്റെ പണി കിട്ടുവേ. കേട്ടോ മേഡം? ഗിരി, വെറുതെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കരുത്. ഞാൻ ഒന്നിനും ഇല്ല സാറേ. അല്ലെങ്കിലും മഞ്ജു പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ യൂണിഫോം ഇടുന്നവരെ കുറച്ച് കൂടുതൽ ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ എന്റെ തലയിൽ കയറുന്നുമുണ്ട്. എന്നാണ് ഞാൻ ക്ഷമ നശിച്ച് പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. ഗിരി അതൊന്നും കാര്യാക്കണ്ട. അല്ല, എന്റെ ഭാര്യയെ കാണുന്നില്ല. അവള് സ്റ്റേഷൻ ഡ്യൂട്ടിയിലാണോ? മഞ്ജു? ആ, അവളിന്ന് ലീവല്ലേ? അവളെന്താ വരാത്തെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കായിരുന്നു. ലീവോ? അവള് രാവിലെ തന്നെ സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയല്ലോ. പക്ഷെ മഞ്ജു സ്റ്റേഷനിലെത്തിയിട്ടില്ല. കാര്യം എന്താണെന്ന് അറിയാൻ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. ഞാൻ കരുതി നിങ്ങൾ എന്തെങ്കിലും ചെക്കപ്പിന് ആശുപത്രി പോയതായിരിക്കും. ഏയ്, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. എന്താ ഗിരി, നിന്റെ ഭാര്യയെ ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോകുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അനിതേ, ഒരാള് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴല്ല ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത്. ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. ഇതിനു മുൻപും അവളെ ഇങ്ങനെ കാണാതെ പോയിട്ടില്ലേ? ഇതൊരു സ്ഥിരം പരിപാടിയാണോന്ന് ആര് കണ്ടു? നീ മഞ്ജുവിന്റെ ഫോൺ കയ്യിൽ കിട്ടിയാ നന്നായിട്ടൊന്ന് പരിശോധിക്കും. വല്ല ജാരനോ മറ്റോ ഉണ്ടെങ്കിലോ. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്നെ നാക്ക് ഞാൻ പിടിച്ചെടുക്കും.